iPhone 11 Proയുടെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ടെക് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. iPhone 11 Proയുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ഐഫോണിൻ്റെ പാക്കേജിങ്ങിലും ആഡ്സിലുമൊക്കെ ആപ്പിൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ക്യാമറയിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രിപ്പിൾ റയർ ക്യാമറ സെറ്റപ്പാണ് iPhone 11 Proയിലുള്ളത്. Aperture 1.8 26mm 12 megapixel wide camera with optical image stabilization. Aperture 2.0 52mm 12 megapixel telephoto camera with optical image stabilization. പിന്നെ ഒരു Aperture 2.4 13mm 12 megapixel ultra wide camera with 120-degree field of view. അൾട്രാ വൈഡ് ക്യാമറയിൽ നിന്ന് ടെലിഫോട്ടോ വരെ 4x റിസൾട്ടന്റ് ഒപ്റ്റിക്കൽ ഇമേജ് സൂം റേഞ്ചാണ് ലഭിക്കുന്നത്. ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അൾട്രാ വൈഡ് ക്യാമറയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 3 ക്യാമറാസും ഇൻഡിവിജ്വലി കാലിബ്രേറ്റഡ് ആണ് ഫോർ എക്സ്പോഷർ ആൻഡ് വൈറ്റ് ബാലൻസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം കളർ സിസ്റ്റവും സെൻസിറ്റിവിറ്റിയും വളരെ കൺസിസ്റ്റൻ്റ് ആണ്. 0.5x 1x ആൻഡ് 2x ഇത് മൂന്നുമാണ് നേറ്റീവ് ഒപ്റ്റിക്കൽ സൂം. ഫോട്ടോ മോഡിൽ 10x വരെ ഡിജിറ്റൽ സൂം ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ അത് 6x വരെയാണ്. എല്ലാ സാമ്പിൾ ഫോട്ടോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർ ദയവായി ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ HDR ക്യാപ്പബിലിറ്റീസ്. നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് HDR ടെക്നോളജിയാണ് ഇതിനായി ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫോട്ടോയിലും ഹൈലൈറ്റ്സും ഷാഡോസും വളരെ ഫൈൻ ട്യൂൺഡ് ആൻഡ് റിഫൈൻഡ് ആയിരിക്കും. നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ക്യാമറാസിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ചാണ്. നൈറ്റ് മോഡ് വഴി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡീപ് ഫ്യൂഷൻ എന്ന കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഫോട്ടോസിൽ കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഫീച്ചർ ഇപ്പോൾ iOS 13.2 ബീറ്റ വേർഷനിൽ ലഭ്യമാണ്. iPhone 11 Proയുടെ വീഡിയോ കേപ്പബിലിറ്റീസ് വളരെ ഇംപ്രസീവാണ്. എക്സ്റ്റെൻഡഡ് ഡൈനാമിക് റേഞ്ചും സിനിമാറ്റിക് വീഡിയോ സ്റ്റെബിലൈസേഷനും ഉള്ളതിനാൽ മനോഹരമായ ട്രൂ ടു ലൈഫ് വീഡിയോസ് വിത്ത് ഗ്രേറ്റർ ഡീറ്റെയിൽസ് ആൻഡ് സ്മൂത്തർ മോഷൻ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നാല് ക്യാമറയിലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടുണ്ട്, വിച്ച് ഈസ് അമേസിംഗ്. ഓഡിയോ സൂമും പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ സ്ലോ മോഷൻ സപ്പോർട്ടും iPhone 11 സീരീസിൽ ലഭ്യമാണ്. പ്രൈമറി വൈഡ് ക്യാമറയുടെ ലോ ലൈറ്റ് ഫോട്ടോ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പർച്ചർ സൈസ് കൂടിയതാണ് പ്രധാന കാരണം. അൾട്രാ വൈഡ് ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് അല്പം മോശമാണ്. പ്രൈമറി വൈഡ് ക്യാമറയുടെ അത്ര വരില്ലെങ്കിലും അൾട്രാ വൈഡിനേക്കാൾ ടെലിഫോട്ടോ ക്യാമറയാണ് ലോ ലൈറ്റിൽ മികച്ചത്. അൾട്രാ വൈഡ് ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ഫുട്ടേജസ് ലഭിക്കാൻ ഗിംബൽ യൂസ് ചെയ്യേണ്ടി വരും. മറ്റ് 2 ക്യാമറയിലും സ്റ്റെബിലൈസേഷൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഫോട്ടോസ് ആപ്പിൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കളർ കറക്ഷൻസ്, ക്രോപ്പിംഗ്, റീഫ്രെയിമിംഗ് ഇതെല്ലാം ഫോട്ടോസ് ആപ്പിൽ നിഷ്പ്രയാസം ചെയ്യാം. ഓവറോൾ നോക്കിയാൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ ഹയസ്റ്റ് ക്വാളിറ്റി വീഡിയോ റെക്കോർഡിംഗ് iPhone 11 Pro ആണ് എന്ന് നിസ്സംശയം പറയാം.
നൈറ്റ് മോഡാണ് ഐഫോൺ 11 സീരീസിലെ മറ്റൊരു പുതിയ ഫീച്ചർ. പ്രൈമറി വൈഡ് ക്യാമറയിൽ മാത്രമാണ് ഈ ഫീച്ചർ ലഭിക്കുക. ക്യാമറ ആപ്പിൽ മാനുവലി ഇത് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനില്ല. ക്യാമറ സെൻസർ വെളിച്ചക്കുറവ് ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ ഈ ഫീച്ചർ എനേബിൾ ആവുകയുള്ളൂ. മാനുവലി നമുക്ക് ഇതിൻ്റെ എക്സ്പോഷർ കൂട്ടാൻ സാധിക്കുന്നതാണ്. ട്രൈപോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് അടുപ്പിച്ച് നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്യാം. ഇതും വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആപ്പ് റെക്കമെൻഡ് ചെയ്യും. വളരെ മികച്ച റിസൾട്ട് തന്നെയാണ് ഈ മോഡിൽ നമുക്ക് ലഭിക്കുന്നത്. നൈറ്റ് മോഡിലെടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. ഇനി നമുക്ക് പോർട്രേറ്റ് മോഡ് നോക്കാം. നാച്ചുറൽ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ്, കോണ്ടോർ ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ് മോണോ, ഹൈക്കി ലൈറ്റ് മോണോ എന്നീ ഓപ്ഷൻസ് ആണ് പോർട്രേറ്റ് മോഡിലുള്ളത്. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ് ആപ്പിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 5.8 ഇഞ്ച് OLED ഡിസ്പ്ലേ വിത്ത് 458 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയാണ് ഐഫോൺ 11 പ്രോയിലുള്ളത്. 2 ലെവൽസ് ഓഫ് റെക്കോർഡ് ബ്രൈറ്റ്നസ് ഈ ഡിസ്പ്ലേയിൽ ലഭ്യമാണ്. നമ്മുടെ ഉപയോഗം അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകും. നല്ല ബ്രൈറ്റ് സൺലൈറ്റിൽ 800 നിറ്റ്സ് വരെ ഇത് ഉയരാം. എക്സ്ട്രീം ഡൈനാമിക് റേഞ്ച് കണ്ടൻസ് കാണുകയാണെങ്കിൽ ഇത് 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സിലെത്തും. 2:1 ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ. അതുകൊണ്ട് തന്നെ നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ വിത്ത് ഹയസ്റ്റ് എവർ A+ റേറ്റിംഗ് ആണ് ഐഫോൺ 11 പ്രോയുടെ ഡിസ്പ്ലേക്ക് ലഭിച്ചിരിക്കുന്നത്. കസ്റ്റം ബിൽഡ് A13 ബയോണിക് ചിപ്പ് ഫോക്കസ്ഡ് ഓൺ മെഷീൻ ലേണിംഗ് ആണ് ഐഫോൺ 11 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64-ബിറ്റ് ഫ്യൂഷൻ ആർക്കിടെക്ചറാണ് ഇതിനായി ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെർഫോമൻസ് കോർസും 4 എഫിഷ്യൻസി കോർസുമാണ് ഇതിലുള്ളത്. അൺഡൗട്ടഡ്ലി ഫാസ്റ്റസ്റ്റ് CPU ഇൻ എനി സ്മാർട്ട് ഫോൺ. ഇനി നമുക്ക് കുറച്ച് ബെഞ്ച് മാർക്കിംഗ് റിസൾട്ട്സ് നോക്കാം. മേജർ ബെഞ്ച് മാർക്കിംഗ് റിസൾട്ട്സിലെല്ലാം ഐഫോൺ 11 പ്രോ മറ്റു ഫ്ലാഗ്ഷിപ്സിനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. 8 കോർ 3rd ജനറേഷൻ ന്യൂറൽ എഞ്ചിനാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അഡ്വാൻസ്ഡ് മെഷീൻ ലേണിങ്ങിനാണ് ഈ ചിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എഞ്ചിനാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൻ്റെയും ഫേസ് ഐഡിയുടെയും AR ആപ്സിൻ്റെയും ഒക്കെ ഡ്രൈവിംഗ് ഫോഴ്സ്. ബെസ്റ്റ് ഇൻ ക്ലാസ് GPU പെർഫോമൻസ് ആണ് ഐഫോൺ 11 പ്രോയിലുള്ളത്. ഫാസ്റ്റസ്റ്റ് GPU ഇൻ എനി സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ആൻഡ് ഗെയിമിംഗ് പെർഫോമൻസ് വളരെ മികച്ചതാണ്. A12 ചിപ്പിനേക്കാൾ 20% പെർഫോമൻസ് ബൂസ്റ്റും 40% കുറച്ച് പവറും കൺസ്യൂം ചെയ്യും എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഐഫോൺ XSനേക്കാൾ 4 മണിക്കൂർ അധികം ചാർജ് ലഭിക്കുമെന്നാണ് ആപ്പിളിൻ്റെ അവകാശവാദം. ഇത്രയും ദിവസം യൂസ് ചെയ്തതിൽ നിന്നും ഇത് സത്യമാണെന്ന് തന്നെ പറയാം. ഓവറോൾ ഇടത്തരം യൂസേജിൽ ഫുൾ ഡേ ചാർജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ലഭിക്കാറുണ്ട്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. 30 മിനിറ്റ്സിൽ ഏകദേശം 40% വരെ ചാർജ് ആകും. ഫുൾ ചാർജ് ആകാൻ ഏകദേശം 90 മിനിറ്റ്സ് അടുപ്പിച്ച് വേണ്ടിവരും. മിഡ് നൈറ്റ് ഗ്രീൻ, സ്പേസ് ഗ്രേ, ഗോൾഡ് ആൻഡ് സിൽവർ എന്നീ 4 കളർ വേരിയൻസിലാണ് ഐഫോൺ 11 പ്രോ ലഭ്യമായിട്ടുള്ളത്. സിംഗിൾ ഗ്ലാസ് ഷീറ്റിൽ നിന്നും പ്രിസിഷൻ മിൽ ചെയ്താണ് ഇതിൻ്റെ നിർമ്മാണം. ഡ്യുവൽ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് വഴി കൂടുതൽ സ്ട്രെങ്ത്തും ഈ ഗ്ലാസിന് ലഭിക്കും. ടഫസ്റ്റ് ഗ്ലാസ് ഇൻ എനി സ്മാർട്ട് ഫോൺ എന്നാണ് ആപ്പിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. IP68 റേറ്റിംഗ് ഉള്ളതിനാൽ 4 മീറ്റർ വെള്ളത്തിൽ 30 മിനിറ്റ് വരെ കിടന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രവുമല്ല പ്രിസിഷൻ ഫിറ്റഡ് സീൽസ് ഉള്ളതുകൊണ്ട് ഇത് ഡസ്റ്റ് പ്രൂഫുമാണ്. ഓവറോൾ ഐഫോൺ 11 പ്രോ ഇസ് എ ബീസ്റ്റ് എന്ന് തന്നെ പറയാം. ഐഫോൺ XSനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ അപ്ഗ്രേഡാണ് ഇതെന്ന് തോന്നാമെങ്കിലും ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്.
ഐഫോൺ 11 പ്രോയിലുള്ളത് ഫാസ്റ്റസ്റ്റ് പ്രോസസ്സർ ആൻഡ് GPU, പിന്നെ ബെസ്റ്റ് ക്യാമറ ആൻഡ് ഡിസ്പ്ലേ ഇൻ എനി സ്മാർട്ട് ഫോൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.